നമുക്കറിയാം രാജ്യമെങ്ങും ഡിജിറ്റൽ തട്ടിപ്പ് കൂടി വരികയാണ്. ഡിജിറ്റൽ അറസ്റ്റിൻ്റെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് വ്യാപകമാകുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന ഒരു സംഭവം ഇന്ത്യയിൽ ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പോലീസും വിവിധ ഏജൻസികളും പല ആവർത്തി പ്രഖ്യാപിച്ചിട്ടും ആളുകൾ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ മൊബൈൽ ഫോണിലേക്ക് ഒരു വീഡിയോ കോളിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിൽ അല്ലെങ്കിൽ ഒരു CISFകാരൻ്റെ വേഷത്തിൽ അല്ലെങ്കിൽ ഒരു മിലിറ്ററിക്കാരൻ്റെ വേഷത്തിലൊക്കെ ആളുകൾ വന്നിങ്ങനെ പറയുമ്പോൾ, തട്ടിപ്പുകാർ വന്ന് പറയുമ്പോൾ പേടിച്ച് പലരും ലക്ഷങ്ങളുടെ കൈക്കൂലിയോ ലക്ഷങ്ങൾ കൈമാറുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു അച്ഛന് ഒരു ഫോൺ കോൾ വന്നു. അച്ഛൻ്റെ മകൻ ആണ് അവിടെ വിപ്ലവകരമായി അതിസാഹസികമായി ആ തട്ടിപ്പുകാരെ പൊളിച്ചടുക്കിയത്. ആ തട്ടിപ്പുകാരനെ പൊളിച്ചടുക്കിയ ആ വിദ്യാർത്ഥിയുടെ പേര് അശോക് ഘോഷ് എന്നാണ്. സൈബർ തട്ടിപ്പിനെ കുറിച്ചാണ് അശോക് ഘോഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അശോക് ഘോഷിന് അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത്. അശോക് ഘോഷിനെ കേരള പോലീസ് പ്രകീർത്തിക്കുക മാത്രമല്ല അശോക് ഘോഷിനെ പോലെ ആകണം എല്ലാ വ്യക്തികളും എന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. പോലീസ് പറയുന്നത് എന്താണെന്ന് നോക്കാം. മുംബൈ പോലീസ് ചമഞ്ഞ് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന സംഘത്തെ 1.5 മണിക്കൂർ കുരങ്ങ് കളിപ്പിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ താരമായ അശോക് സൈന്ധവിനെ പോലെയാകണം ഓരോരുത്തരുമെന്ന് കേരള പോലീസ്. നിരന്തരം വാർത്തകൾ വന്നിട്ടും പിന്നെയും തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ബോധവൽക്കരണ തന്ത്രവുമായി പോലീസ് രംഗത്തെത്തുന്നത്. ഇത്തരമൊരു കോൾ നിങ്ങൾക്കും വരാം. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംഭവമേ ഇന്ത്യയിലില്ല. ഇത്തരം കോളുകൾ വന്നാൽ അശോക് ഘോഷ് ചെയ്തതുപോലെ നേരിടണം. ഇത്തരം തട്ടിപ്പുകാരോട് നിങ്ങൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എന്നറിയാൻ കേരള പോലീസിന് കൗതുകമുണ്ട്. നിങ്ങൾ പ്രതികരിക്കുന്ന രീതി വീഡിയോയിൽ പകർത്തു, എന്നിട്ട് കേരള പോലീസിൻ്റെ ഇൻബോക്സിലേക്ക് അയക്കൂ. ഏറ്റവും മികച്ച രീതിയിൽ തട്ടിപ്പുകാരെ നേരിടുന്നവരുടെ വീഡിയോ കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റഗ്രാം പേജിലും പോസ്റ്റ് ചെയ്യും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പേരിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് വന്ന സൈബർ തട്ടിപ്പ് കോളാണ് തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിയായ അശോക് ഘോഷ് സൈന്ധവ് എന്ന വിദ്യാർത്ഥി പൊളിച്ചടുക്കിയത്. സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിക്കുന്ന അശോക് ഘോഷ് താൻ MA MSc PhD ബിരുദധാരിയാണെന്ന് തട്ടിപ്പുകാരോട് പറയുന്നു. ഞാൻ ഗൂഗിൾ പ്രൊഫഷണലാണ്, ഗൂഗിൾ CEOയുടെ അസിസ്റ്റന്റുമാണ്. മണി ലോണ്ടറി എനിക്കറിയില്ല, തുണി ലോണ്ടറി മാത്രമേ അറിയൂ. കാർഡ്ബോർഡ് എടുത്ത് ഞാനൊന്ന് വീശിക്കോട്ടെ, വീശൽ ലൈക്ക് ദിസ്. No sir, no sir. I know money laundry sir. I only cloth laundry sir. I don't do any money laundry sir. I don't know sir. I don't have Canara Bank sir. തുടങ്ങിയ രസകരമായ വാചകങ്ങളിലൂടെയാണ് കുരങ്ങ് കളിപ്പിക്കുന്നത്. ഒടുക്കം തൃശൂർ പോലീസ് ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത പുലർത്താനായി തയ്യാറാക്കിയ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ തട്ടിപ്പുകാർ സ്ഥലം വിടുന്നു. പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ 3.5 ലക്ഷത്തോളം പേർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. 572 പേർ വീഡിയോ പങ്കുവച്ചു. ഓൺലൈൻ മാധ്യമങ്ങൾ വഴി വേറെയും. കടുവായെ പിടിച്ച് ഇവൻ കിടുവ എന്നാണ് സാമൂഹിക മാധ്യമങ്ങൾ അശോക് ഘോഷിനെ ഏറ്റെടുക്കുന്നത്. ഇത് കേരളമാണ് ഭയ്യ, കേരളത്തിലെ പിള്ളേരോട് കളിക്കരുത് എന്ന പഞ്ച് ഡയലോഗും ഇതിനൊപ്പം ഹിറ്റായി കഴിഞ്ഞു. ഇതാണ് പോലീസ് പങ്കുവയ്ക്കുന്ന വാർത്താശകലം. അശോക് ഘോഷ് സൈന്ധവ് എന്ന വിദ്യാർത്ഥി തട്ടിപ്പുകാരെ കബളിപ്പിച്ച് കുരങ്ങ് കളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് രക്ഷപ്പെടുത്തി തട്ടിപ്പുകാരെ കൃത്യമായി പാഠം പഠിപ്പിച്ച് വിടുകയും ചെയ്തു. ഇതുപോലെ ആകണം ഓരോരുത്തരും. എന്നിട്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അത് മൊബൈലിൽ പകർത്ത് വീഡിയോ എടുത്തിട്ട് അത് പോലീസിൻ്റെ ഇൻബോക്സിലേക്ക് FB ഇൻബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പോലീസുകാർ തന്നെ അത് ഷെയർ ചെയ്യും, പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ അവയർനെസ് ഉണ്ടാകുമെന്നാണ് കേരള പോലീസ് പറയുന്നത്. ഏതായാലും അശോക് സൈന്ധവിന് ഒരു ബിഗ് സല്യൂട്ട്.